ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം സാഖ്യയോഗ. സാഖ്യയോഗയിലെ 29 ശ്ലോകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി പഠിച്ചു കഴിഞ്ഞത്. ആത്മാവിനെ പറ്റി, ശരീരത്തെ പറ്റി, ജീവിതത്തെ പറ്റി, ജീവിതചക്രങ്ങളെ പറ്റിയൊക്കെ വളരെ വിശദമായി ഭഗവാൻ പാർത്ഥനോട് പറഞ്ഞു കൊടുക്കുന്ന ആ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കർമ്മം ചെയ്യാനായി ഭഗവാൻ ഉപദേശിക്കുന്ന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. എല്ലാ ദിവസവും വളരെ ശ്രദ്ധയോടുകൂടി ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം. തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം മാത്രമേ ഉണ്ടാകൂ എന്ന് വിശ്വസിക്കുക. തെറ്റിദ്ധാരണകൾ പടരുന്ന ഈ ലോകത്തിൽ ശരിയായ നേർക്കാഴ്ച നമ്മുടെ കണ്ണിനും മനസ്സിനും തലച്ചോറിനും ബുദ്ധിക്കുമൊക്കെ ഉണ്ടാകണമെങ്കിൽ ശരിയായ രീതിയിൽ ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ എന്താണ് നമ്മളെ പറഞ്ഞു തന്നിരിക്കുന്നത്, നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ തെറ്റിദ്ധാരണകൾ പരത്തുന്ന ഈ ലോകത്ത് നമുക്ക് നേർവഴിയിലൂടെ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. കലിയുഗമാണ്. പലതരത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകാം. ഈശ്വരനെ നിന്ദിക്കുന്ന അവസരങ്ങളുണ്ടാകാം. നമ്മുടെ സനാതന ധർമ്മത്തിന് ക്ഷയം സംഭവിപ്പിക്കുന്ന രീതിയിൽ ഇത് തന്നെ തെറ്റാണ് എന്ന് പറഞ്ഞു തരുന്ന രീതിയിലൊക്കെ തന്നെ പലതരത്തിൽ നിന്നും പല ഭാഗത്തു നിന്നും ശബ്ദങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ശരിയേത് തെറ്റേത് എന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നതിനായി ഭഗവത്ഗീത നിർബന്ധമായും പഠിക്കണം. ആരെയും ഉപദ്രവിക്കാനല്ല, ആർക്കും ദോഷം വരുത്തുന്നതിനല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുന്നതിനല്ല ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചു തന്നത്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ജോലി കൃത്യമായി ചെയ്യാൻ ഭഗവാൻ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. കൃത്യമായി ജോലി ചെയ്താൽ കൃത്യമായ കൂലി നമുക്ക് ലഭിക്കും എന്നാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അത് മറ്റാരെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. കൃത്യമായി പഠിക്കുക. ഇനി നിങ്ങൾക്ക് 30-ാമത്തെ ശ്ലോകം പറഞ്ഞു തരാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ദേഹി നിത്യമവധ്യോ അയം ദേഹി സർവസ്യ ഭാരത തസ്മാത് സർവാണി ഭൂതാനി നത്വം ശോചിതു അർഹസി. അർത്ഥം നോക്കാം. ദേഹി, നമുക്കെല്ലാവർക്കും അറിയാം, ദേഹത്തിൽ വസിക്കുന്നവൻ. നിത്യം, എല്ലായ്പ്പോഴും. അവധ്യോ, നാശമില്ലാത്തത്. അയം, അതിനെ. ദേഹേ, ദേഹത്തിൽ. സർവസ്യ, എല്ലായിടത്തും. ഭാരത, ഭാരത വംശജൻ, അല്ലയോ ഭരതവംശജ. തസ്മാത്, അതുകൊണ്ട്. സർവാണി, എല്ലാം. ഭൂതാനി, ജീവികൾ. ന, ഇല്ല. ത്വം, അങ്ങ്. ശോചിതു, ദുഃഖിച്ചിട്ട്. അർഹതി, കടപ്പെട്ടിരിക്കുന്നു. ശ്ലോകാർത്ഥം നോക്കാം. അല്ലയോ ഭരതവംശജ, ഹേ ഭാരത, സർവജീവികളുടെയും ദേഹത്തിൽ വസിക്കുന്ന ഈ ദേഹി ഒരിക്കലും വധിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അവയെപ്പറ്റി നീ ദുഃഖിക്കേണ്ടുന്ന ആവശ്യമില്ല എന്ന് ഭഗവാൻ വീണ്ടും പറയുകയാണ്. ദേഹി, അതായത് ആത്മാവ്, നശിക്കുന്നില്ല. എല്ലാ ശരീരങ്ങളിലും സകല ജീവിജാലങ്ങളുടെയും ശരീരത്തിലും ഈ ദേഹി വസിക്കുന്നുണ്ട്. അതിനെ നശിപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നീ ദുഃഖിക്കണ്ട എന്ന് പറഞ്ഞിട്ട് 31-ാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ എന്താണ് പറഞ്ഞു തരുന്നതെന്ന് നമുക്ക് നോക്കാം. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതു അർഹസി ധർമ്മമ്യാധി യുദ്ധാശ്രേയോ അന്യത് ക്ഷത്രിയസ്യ ന വിദ്യതേ. അർത്ഥം നോക്കാം. സ്വധർമ്മം, അവനവൻ്റെ കടമ. അതുകൂടാതെ ച അർത്ഥം കൂടെ
ആവേക്ഷ്യ നോക്കിക്കാണുക, ന ഇല്ല, ന എന്ന് വെച്ചാൽ ഇല്ല, വികമ്പിതു അർത്ഥം ചാഞ്ചല്യം, അർഹസി വേണം, ധർമ്മം മ്യാധേ ധർമ്മത്തേക്കാൾ, ഹി തീർച്ചയായും, യുദ്ധാത് യുദ്ധത്തേക്കാൾ, ശ്രേയോ ശ്രേഷ്ഠമായത്, അന്യത് മറ്റുള്ള, ക്ഷത്രിയസ്യ ക്ഷത്രിയന്, ന ഇല്ല, വിദ്യതേ നിലകൊള്ളുക. അർത്ഥം നോക്കാം. സ്വധർമ്മത്തെക്കുറിച്ച്, അതായത് അവനവൻ്റെ കടമയെക്കുറിച്ച് ആലോചിച്ചാലും നീ ചഞ്ചലപ്പെടേണ്ടതില്ല. എന്തെന്നാൽ ക്ഷത്രിയന് ധർമ്മമായ യുദ്ധത്തേക്കാൾ ശ്രേയസ്കരമായി മറ്റൊന്നില്ല. കണ്ടോ, ഇവിടെ ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അർജുനനോട് പറയുകയാണ്, അർജുന, ഇപ്പോൾ നിന്റെ ധർമ്മം എന്താണ്? യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. യുദ്ധം ചെയ്യുക എന്നുള്ളത് ആരുടെ ധർമ്മമാണ്? ഒരു ക്ഷത്രിയൻ്റെ ധർമ്മമാണ്. രാജ്യം പരിപാലിക്കുക, ശത്രുക്കളിൽ നിന്നും തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുക, അത് ഒരു ക്ഷത്രിയൻ്റെ, ഒരു ഭരണാധികാരിയുടെ കടമയാണ്. അവിടെ സ്വന്തമെന്നോ ബന്ധമെന്നോ ഒന്നും തന്നെ നോക്കേണ്ടതായിട്ടില്ല. നീ ഇവിടെ ആരെയും കൊല്ലുന്നില്ല, നീ കാരണം ആരും കൊല്ലപ്പെടുന്നുമില്ല. നീ നിന്റെ ജോലി ചെയ്യാതെ, നീ നിന്റെ കടമ ചെയ്യാതെ മാറിപ്പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ നിന്റെ കടമ നീ ചെയ്യുക എന്ന് ഭഗവാൻ അർജുനനോട് വീണ്ടും വീണ്ടും പറയുകയാണ്. ഇനി നമുക്ക് 32-ാമത്തെ ശ്ലോകം നോക്കാം. യദൃച്ഛ്യാ ചോപപന്നം സ്വർഗദ്വാര അപാവൃതം സുഖിന ക്ഷത്രിയഃ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. അർത്ഥം നോക്കാം. യദൃച്ഛ്യ യാദൃച്ഛികമായി, ച കൂടെ, ഉപപന്നം വരുന്നത്, സ്വർഗദ്വാര സ്വർഗ കവാടം, അപാവൃതം തുറന്നു കിട്ടുക, സുഖിനഃ സന്തോഷം, ക്ഷത്രിയഃ ക്ഷത്രിയന്, പാർത്ഥ അലയോ അർജുന, ലഭന്തേ ലഭിക്കുക, യുദ്ധം യുദ്ധം, ഈ ദൃശ്യം അർത്ഥം ഈ ഭാഗ്യം. എന്നിട്ട് നിന്റെ കടമ നീ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് സ്വധർമ്മത്തെക്കുറിച്ച് ആലോചിച്ചാലും നീ ചഞ്ചലപ്പെടേണ്ടതില്ല. എന്തെന്നാൽ ക്ഷത്രിയന് യുദ്ധത്തേക്കാൾ ശ്രേയസ്കരമായി മറ്റൊന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ വീണ്ടും പറയുകയാണ്, അല്ലയോ പാർത്ഥ, യാദൃച്ഛികമായി തുറന്നു കിട്ടുന്ന സ്വർഗവാതിലായ ഇത്തരം യുദ്ധം ഭാഗ്യവാന്മാരായ ക്ഷത്രിയർക്കു മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അല്ലേ. തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള ഒരു അവസരം ആർക്കു മാത്രമേ ലഭിക്കുകയുള്ളൂ? ഭാഗ്യവാന്മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അവിടെ സ്വജനം, എൻ്റെ ജനം എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് അർജുനൻ യുദ്ധം ചെയ്യുന്നത്? അതായത് ഭൂമിദേവിയുടെ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി. ദുഷ്ടന്മാരാൽ ഭൂമിദേവിക്ക് അത്യധികമായ ദുരിതമുണ്ടാകുന്നു എന്ന് ഭൂമിദേവി ഒരു പശുക്കുട്ടിയുടെ രൂപത്തിൽ ചെന്ന് ഭഗവാനോട് അഭ്യർത്ഥിക്കുമ്പോൾ, കരഞ്ഞു പറയുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, വിഷമിക്കണ്ട ദേവി, ഞാൻ അവതരിക്കും. എവിടെ? ഗോകുലത്തിൽ ഉണ്ണികൃഷ്ണനായി ഞാൻ അവതരിക്കും. അതിനുശേഷം ഭഗവതിയുടെ, ദേവിയുടെ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭൂമിയുടെ ഭാരം തീർക്കുന്നതിനായി ഇവിടെ ഇതാ ഒരു മഹത്തായ അവസരം വന്നിരിക്കുന്നു. ഇത് ക്ഷത്രിയ ധർമ്മമാണ്. തൻ്റെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക, അയൽ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ ഭഗവാൻ പറഞ്ഞില്ല. മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഭഗവാൻ പറഞ്ഞില്ല. സ്വന്തം രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനാണ് പറഞ്ഞത്. സൂചി കുത്താൻ പോലും ഇടം കൊടുക്കില്ല എന്ന് ഭഗവാനോട്
ദുര്യോധനൻ പറഞ്ഞതിനു ശേഷമാണ് ഭഗവാൻ യുദ്ധത്തിന് തയ്യാറാകുന്നത്. 5 ഗ്രാമങ്ങൾ ചോദിച്ചു, 5 വീടുകൾ ചോദിച്ചു, 1 വീട് ചോദിച്ചു. അപ്പോഴാണ് സൂചി കുത്താനിടം കൊടുക്കില്ല എന്ന് ധിക്കാരത്തോടു കൂടി അവർക്ക് അവകാശപ്പെട്ട രാജ്യം കൈവശപ്പെടുത്തിക്കൊണ്ട് ദുര്യോധനൻ പറയുന്നത്. ആ സമയത്ത് നിവർത്തി കെട്ടിട്ടാണ് കുരുക്ഷേത്ര യുദ്ധമുണ്ടാകുന്നത്, സ്വന്തം രാജ്യത്തിന് വേണ്ടി. ആ സ്വന്തം രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്നു നിൽക്കുന്ന അർജുനനാണ് ഇതൊക്കെ എൻ്റെ ജനങ്ങളാണ്, എനിക്കിവരോട് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല എന്നു പറഞ്ഞ് തീർത്തട്ടിൽ തളർന്നിരുന്നത്. ആ സമയത്താണ് അത് പാടില്ല, ഇത് നിന്റെ ഉത്തരവാദിത്തമാണ്, നിന്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നത് നിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യാൻ ഭഗവാൻ പറയുന്നത്. അത് മറ്റൊരുത്തനെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, തൻ്റെ ആശയങ്ങളും തൻ്റെ അഭിപ്രായങ്ങളും മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ഈ കലിയുഗത്തിൽ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരോടും ഭഗവാൻ ഇത് തന്നെയാണ് പറയുന്നത്, നമ്മുടെ ഭരണകൂടവും ഇത് തന്നെയാണ് പറയുന്നത്. മാതൃരാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്യുന്ന സമയത്ത് ശത്രുപക്ഷത്ത് തനിക്ക് പ്രിയപ്പെട്ടവരുണ്ടാകാം, പക്ഷേ രാജ്യമാണ് പ്രധാനം, അത് അവൻ്റെ കടമയാണ് എന്ന് ഓർക്കുക. നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടുന്നത് എന്താണ്? രാജ്യമാണ് പ്രധാനം, നമ്മുടെ ഭാരതമാണ് പ്രധാനം. ഭഗവാനും അതുതന്നെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അല്ലയോ ഭരതവംശജ, നീ ചഞ്ചലപ്പെടേണ്ട, നീ നിന്റെ ധർമ്മത്തിൽ മുഴുകുക. നിന്റെ ധർമ്മം, ക്ഷത്രിയനായ നിന്റെ ധർമ്മം രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നീ യാതൊരു കാരണവശാലും മനപ്രയാസപ്പെടേണ്ടതില്ല. ഇത് അപൂർവമായി കിട്ടുന്ന ഭാഗ്യം ആണ്. ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു അവസരം കിട്ടുകയുള്ളൂ. യുദ്ധം ചെയ്ത് മരണപ്പെടുക എന്നുള്ളത് തന്നെ വീരത്വമാണ്, വീരന്മാർക്ക് മാത്രം പറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് നീ നിന്റെ രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുക, ചഞ്ചലപ്പെടേണ്ടതില്ല എന്ന് ഭഗവാൻ പറയുന്നു. നിന്റെ ജോലി ചെയ്യുക എന്ന് ഭഗവാൻ പറയുന്നു. അതിർത്തി കാക്കുന്ന സൈനികർ അവരുടെ ജോലി ചെയ്യുക, രാജ്യത്തിന് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നവർ ആ ജോലി ചെയ്യുക, വിദ്യാർത്ഥികൾ നല്ല കുട്ടികളായി സമൂഹത്തിൽ വളർന്നു വരുന്നതിന് വേണ്ടി അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ നിറവേറ്റുക, അധ്യാപകർ അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റുക. എല്ലാവരും തന്നെ തങ്ങളുടെ കടമകൾ നിർവഹിക്കുവാനാണ് ഭഗവാൻ വീണ്ടും വീണ്ടും പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന ഉത്തരവാദിത്തം കൃത്യമായി പാലിക്കുക. ഈശ്വരൻ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്കെല്ലാവർക്കും നൽകും. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. നാമജപം കൊണ്ട് മാത്രമേ ഈ കലിയുഗത്തിൽ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ഓർക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.